Blood. Chicken. Blood of chicken. Yes. Ah. See. ഇതാണ് ഒറിജിനൽ കോഴിക്കാല്. കോഴിക്കാല്. Yeah, go inside. No, Anika. Anika, wait, daddy first. Anika will stay here. ഉലാങ്. ഇപ്പുറത്ത് കാണുന്നത് കൂമ്പും ചെറിയ ചോളം വാഴക്കുമ്പാണേ, വേറെ ഒന്നല്ല. ഇന്നൊരു യാത്ര പോവാണ്. അത് മലാസുക്കിയിലേക്കാണ്. അംസക്കൻ്റെ വീടാണ് മലാസുക്കിയിൽ. ഞങ്ങളെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അംസക്കയും വിക്കിയാൻ്റെയും കാറുമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ, മിർന, ക്രിസ്റ്റി, റിയാൻ, രാഹുൽ, പിന്നെ എൻ്റെ മോള അന്നൂസും. ഞങ്ങൾ ഇത്രയും പേരാണ് യാത്ര പോകുന്ന വഴി എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ വില്ല ഇസബെല്ല എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻ്റാണ് ഇന്ന് ഉച്ചഭക്ഷണം. അതും അംസക്കൻ്റെ വക. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. പല വട്ടത്തിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയും വലിയൊരു സെറ്റപ്പായ ഒരു റെസ്റ്റോറൻ്റ് ആണെന്നും ഇവിടെ ഇത്രയധികം വിഭവങ്ങൾ കിട്ടുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഇതെന്തായാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കൗണ്ടറിൽ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണോ അത് ചൂണ്ടിക്കാണിച്ച് അത് പ്ലേറ്റിലാക്കി അവരവിടെ മേശപ്പുറത്ത് കൊണ്ടുതരും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നോ ഇതൊക്കെ എന്തൊക്കെ വിഭവങ്ങളാണെന്നോ ഒന്നും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും രാഹുലും ക്രിസ്റ്റിയും ഈ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റി അതൊക്കെ അതനുസരിച്ച് പ്ലേറ്റിലാക്കാൻ വേണ്ടി അവരോട് പറയുന്നുമുണ്ട്. ഇഷ്ടംപോലെ പച്ചക്കറി, മീൻ, ചിക്കൻ, അതേപോലെ മട്ടൻ, ബീഫ്, പോർക്ക്, അതേപോലെ വേറെ എന്തൊക്കെയോ അറിയാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ണിന് കാണുന്നത് മനസ്സിലാവുന്നതും പിന്നെ നമുക്ക് ഏകദേശം ഇന്ന സാധനമാണെന്ന് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ ആൾ പിന്നെ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വിക്കി ആൻറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്. അംസക്ക് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് തിരിച്ച് ടേബിളിലേക്ക് തന്നെ വന്നു. കൂടാതെ രാഹുലും വന്നു ചേർന്നു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുകയാണ്, ഇവൻ എവിടുന്ന് വന്നവനാടാന്നുള്ള രീതി. ദേ ഈ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നതാണ് ചോറ്. ഇത് ചിക്കൻ ബാർബിക്യൂ. പിന്നെ എന്തെല്ലാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാർബിക്യൂ ഒക്കെ പറഞ്ഞത് രാഹുലാണ്. ഈ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പാണ്, നല്ല ആടിൻ്റെ സൂപ്പ്. കാണാൻ തരക്കേടില്ലാത്തൊരു ഹോട്ടൽ, എന്നാൽ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ഞാൻ പലതവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഹോട്ടൽ. ഈ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം കണ്ടോ ഈ പ്ലേറ്റിൽ? ഇത് വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ എന്തോ ഒരു വിഭവം. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഒരു വേറൊരു സാധനം കണ്ടോ, അതാണ് ഇംബുത്തീത്തോ. പേര് കേൾക്കാൻ കുറച്ച് രസം ഉണ്ടാവും, പക്ഷെ അതുപോലെ തന്നെ ടേസ്റ്റും നല്ല രസമാണ്. പോർക്ക് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഉപ്പല്ല ഇത് മുഖത്തുണ്ടാവും. കുറച്ചിട്ടോ കൂമ്പ് വെച്ച് കൂമ്പ് വേണമെന്ന് നോക്കിക്കോ. ഹംസക്ക ഓക്കെ അല്ലേ? ലങ്ക ചക്കയാണത്. നീ പറഞ്ഞാണ് ശരി. കൂമ്പ് അല്ലേ? കണ്ണൂരുകാരൻ കൊണ്ട് ഈ സ്കോർ, മലപ്പുറം 0 ഫ്രണ്ട്സ്. ഇത് കിട്ടിയോ? പേരറിയാത്ത ഒരു ബീഫിൻ്റെ വിഭവമാണിത്. എന്തായാലും ഇത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഈ കാണുന്ന ബീഫ്, ഇത് ക്യാപ്സിക്കല്ലേ കിടക്കണത്? ക്യാപ്സിക്കം. പിന്നെ ഇപ്പുറത്തുള്ളത് ഇത് ബങ്ങൂസ് അല്ലേ? ബങ്ങൂസ്. എന്തായാലും അടിപൊളി കളർഫുൾ ഫുഡാണ്. രണ്ട് മല്ലു ഫിലിപ്പീനോ കൊച്ചുങ്ങളുണ്ട്. രണ്ടിടത്തേയും മുഖം നോക്കി നിത്യാന്തി. ഇതാണ് രാഹുൽ. രാഹുൽ എന്നെക്കാളും കുറച്ചും കൂടെ അടിപൊളിയാണ്. കാരണം അവന് ഫിലിപ്പീൻസിൽ വന്നു കഴിഞ്ഞാൽ
ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇനി ഫിലിപ്പീൻസിൽ കല്യാണം കഴിച്ച് വരുന്നവർ രാഹുലിനെ പോലെ ആവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏത് കൂട്ടത്തിൽ അവന് കൂടാൻ പറ്റും, ഏത് ഭക്ഷണം അവന് കഴിക്കാൻ പറ്റും. എനിക്കാണ് പിന്നീടും ഒരു എന്താ പറയുക, ഒരു മലയാളി എന്നൊക്കെയുള്ള രീതിയിൽ ഭക്ഷണത്തോടുള്ള എല്ലാ ഫുഡും ഒന്നും എനിക്ക് അവനെ പോലെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ അവനങ്ങനെയല്ല, എല്ലാ ഫുഡും ഫിലിപ്പീൻസിലെ എന്തൊക്കെ ഫുഡുണ്ടോ ബലൂത്ത് വരെ അവന് കഴിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ആൾ അടിപൊളിയാണ്. ഇനി ഫിലിപ്പീൻസിൽ ആരും വരുന്നവരുണ്ടെങ്കിൽ അവനെപ്പോലെ എന്തും കഴിക്കാനുള്ള മനസാന്നിധ്യമൊക്കെ ഉള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. You put you in the. Yeah, go inside. No, Anika. Anika, wait, daddy first. Anika will stay here. Oh, you come to daddy, it's okay. ഉണ്ടല്ലേ Go in the back. അന്നൂസ് കൂടെ വാ. അനിക ഗുപ്പായിൽ നിന്ന് മലാസിക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും ഗ്രാമങ്ങളും അവിടെയുള്ള വീടുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോകുന്ന വഴിയെ നിങ്ങൾക്ക് ഡിന്നറിന് കഴിക്കാൻ എന്താണ് വേണ്ടത്, ചായക്ക് എന്താണ് വേണ്ടത്, ഇതെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അംസക്കയും വിക്കിയാൻ്റെയും. അങ്ങനെ പോകുന്ന വഴിക്ക് കലശാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. അവിടുന്ന് വിക്കിയാൻ്റി ചായ കുടിക്കാനും നിങ്ങൾക്ക് ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. ബനാന ചിപ്സ്, അത് മറ്റേ പോർക്കിന്റെ ഇതല്ലേ, സ്കിൻ ഫ്രൈഡ്. ഈ കാണുന്ന സാധനങ്ങൾ അത് ഞങ്ങൾ അവിടെ വരുമ്പോൾ മേടിച്ചത് വരുമ്പോ It's on my house. This is not toy. This is dog car. Let me show you open. ഒരു ഒരുത്തൻ അവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കില്ലോ. അത് അതിന് തീറ്റ കൊടുക്കണ്ടല്ലോ നേരത്തെ ഹംസക്കേ. ബാ പോവാ, അകത്തേക്ക് കയറാം. ചെരുപ്പ് അകത്തേക്ക് ഇട്ടോ, ഏതോ വട്ടി ഉണ്ടോ. ഇതാണ് ഹംസക്കിന്റെ വീട്. എന്താണ് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി അംസക്ക് അനുവദിച്ചെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. Then this one, can you see this? This one, it's easy to you just do it like that. But put it in the because maybe You can you do it. You do it. You do it. Yeah, I'm going to take. കണ്ട് പഠിക്ക്, ഇത്ര സിമ്പിൾ ആണ്. No. Only like this. Oh, you just go like this. പൊട്ടി തെറിക്കോ? എന്നെ എന്താണ് അടിണ്ടാക്കണേ? I know, not this. Yes. It didn't. It's okay. Yeah, What okay. happened? Done now. What happened? എന്താ സ്മെല്ലുണ്ടോ? It Hello, does Anna? stop. No smell. Because it's the grapes, the green grapes. Wait, That's why you didn't. You can. No smell. Yeah. Have. It's green grapes. That's why it's not really smelly. Okay, okay. Unlike the purple one. Ay, both of you come here. There's a dog.
നമ്മള് പൊട്ടിക്കാത്ത നന്നായി ചിലപ്പോ എല്ലാം കൂടി ഇത് പൊട്ടിട്ട് ആ Kailangan lang pahirapan na. അങ്ങോട്ട് വെച്ചേ What is this? Where is the cover? നിനക്ക് ഐസ് ഗ്ലാസ് വേണോ? ആ ഉണ്ടായിക്കോട്ടെ. Cheers. Oo. Masarap. Uy, nag-plate. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലമല്ലേ? ഇതാണ് പങ്കസിനാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെ മലാസുക്കി എന്ന് പറയുന്ന സ്ഥലത്തിന് പിന്നെ ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണത്. അതിൻ്റെ ഗ്രാമീണ കാഴ്ചകളാണ്. നടക്ക് നടക്ക് കം കം. Wow, it's a tractor. Wow, that's so. Okay, go go go. അപ്പുറത്തേക്ക് പോവാ. നല്ലൊരു വീടല്ലേ? അതെ ടീം പുള്ളിക്കാർക്ക് ടീമാണ്. ധാനി നമ്മളെ നാട് തന്നെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു 50 വർഷം മുന്നേ ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ. ആ ഇങ്ങനല്ലേ ഈ കാണുന്നവര് ഇപ്പുറത്തേക്ക് കാണുന്നവര് മലാസുക്കിന്റെ ഗ്രാമീണ കാഴ്ചകളാണ് കാണുന്നത്. ഉണ്ടോ? ഈ പട്ടിൻ്റെ വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഓട്ടി രാവിലെ ഇവിടെ എനിക്കൊരാൾ കുറെ വരാണ്ട് ഇവിടെ നടക്കും. Oh. Yes. Come here. Come here. Come. Later, coming back. We coming back. We going to the other shop. Va. We come back. Rian, we come back. See? ഇല്ലടാ ഞാൻ എടുത്തില്ല. Rayan, we not get the money. We come back. See, uncle going. See, we faster. Come back. One enough. We going to share. Anika, come here. What is this, Ate? This one? Blood. Blood of chicken? Yes. See? ഇതാണ് ഒറിജിനൽ കോഴിക്കാല് ചിക്കൻ്റെ ബ്ലഡ് വറുത്തത്. പിന്നെ ഇത് കുടല്. ബ്ലഡ് വറുത്തണ്ട നീ കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റാ? എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം നോക്കിയേ? അടിപൊളി ഒരു സ്ഥലം അല്ലേ?
മലങ്കൈ ആണെന്ന് തോന്നണം, അറിയില്ല. ഇവിടെ ഒരു സ്കൂള്, പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തൊരു ഹെൽത്ത് സെന്റർ, തൊട്ടിപ്പുറത്തൊരു കട. എന്താണ് ഇത്? കടയാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ നാട്ടുകാര്, അടിപൊളി വൈബ്. ഒക്കെ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. No, it's all with. 70, 80, 90, 20, Yes. 22, 23, 24, 26, 27, 28, 29, 30. I saw my chocolate. What are you doing there? Nothing, only just sitting. ഇതൊക്കെ എത്തി. I let them to drink. Okay, I don't like to drink. Come on, come with us. I want to drink water. What one? No more. No? What? No, they are my home. They are wife is from Philippines. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, വീടുകളുണ്ടോ? ഒരു വീട് ഇങ്ങനെ, ഇത് മറ്റേ ഫിലിപ്പീനിലെ ട്രഡീഷണൽ ടൈപ്പുള്ളൊരു വീടാണ്, മുള വെച്ചുണ്ടാക്കിയ വീട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ കട. ഓ നോനി രാണികൾ. ഇതൊക്കെ ഇവിടെ എന്തൊക്കെയോ കച്ചവടങ്ങളൊക്കെ നടന്നു. നോനി, യെസ്. Ulang. It's a pork. Pork fry. Yes, sir. Ah. One fry banana. What's your name? Franco. Franco. Bango. Okay. നമുക്കൊരു പോർക്ക് ഫ്രൈ ചെയ്ത് വെക്കുന്ന പരിപാടി. തനി നാട്ടും പുറത്തെ കാഴ്ചകൾ അല്ല. മാവൊക്കെ നോക്കിയേ, കറക്റ്റ് നമ്മളെ നാടില്ലേ. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ നോക്കിയ വളച്ചെടി, നമ്മള് വേലിക്കൊക്കെ വെക്കണ വളച്ചെടി ഇല്ലേ, ആ സാധനമാണത്. ആ അത് വരെ ഉണ്ട് ഇവിടെ. കമ്മ്യൂണിസ്റ്റ് വച്ച ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലുള്ള സാധനം. അത് വളച്ചെടി, ഇതേണ്ടടാ വളച്ചെടി. ഇതാ അതാ നമ്മളെ വേലിക്കൊക്കെ വെക്കൂലേ എങ്ങനെ അതിരിന്. ആ അതന്നെ, ശീമക്കൊന്ന. ആ ശീമക്കൊന്ന. മണമുണ്ട്. ആ അയ്യോ എന്റെ ചെരുപ്പ് പോയി. സമ്മതിച്ചടാ തിന്നെ. ട്രൈസൈക്കിൾ ഇതേണ്ട ഒരു ബൈക്ക്, അവരുടെ ജോലി എന്തോ ആണ്, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ട്രൈസൈക്കിൾ ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുപോകും. അവനിപ്പോൾ വെള്ളക്കച്ചവടമാണ്, അതാണ് അങ്ങനത്തെ സംഗതി. ഒരു അടിപൊളി വീടുണ്ട് നോക്കി. ഇവിടത്തേക്ക് വീടിന്റെ ശൈലികൾ നോക്കിയേ. ആ വീട് പണി നടക്കുന്നു കണ്ട. എന്താണ്? ആ നിക്ക. ഇതാണ് ഹംസക്കന്റെ വീട് കണ്ടോ. ആ യു ഗോ ഡൗൺ. ഓക്കെ വെയിറ്റ്. Go inside, go inside.
കളിച്ചും ചിരിച്ചുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രിയായി. ഡിന്നർ കഴിക്കാൻ വേണ്ടി റിയാൻ കൈ കഴുകുകയാണ്. രാഹുലും ക്രിസ്റ്റിയൊക്കെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കുക. ഈ കാണുന്നത് അഡോബോ, വിക്കാൻഡി ഉണ്ടാക്കിയതാണ്. തൊട്ടിപ്പുറത്തായിട്ട് ബങ്ങൂസ്, ഇത് ബങ്ങൂസ് ഫ്രൈ ചെയ്താണ്. ഇത് ഷാങ്കായ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മീൻ വറുത്തത് കാണാം. ഇത് ഞാൻ വറുത്തതാണ്. ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ വറുത്തത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ വറുത്തതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? Pangus anak. Come here. Ini yung kanin din, hindi ko siya ma... ഞങ്ങൾ ഇവിടെ എവിടെ നിങ്ങൾ എവിടെ ഇരിക്കേ? മീ വി സിറ്റ് ഹിയർ നാ. യു സിറ്റ് ഹിയർ. You sit here. Yeah. This plate. Okay. How many we have? This for 8. 8. The chair is only for 8, yeah. We have already 8 there, right? I thought we have already 6. Then why I bring the green chair? Yes, ma'am. Hi. Here. ഞായറാഴ്ച പോകണല്ലോ. 10 pesos, please. അംസക്കൻ്റെ മോളും മരുമോനും ഒക്കെ പോയതിന് ശേഷം വീട് ഉറങ്ങിപ്പോയെന്ന് അംസക്ക പറഞ്ഞു. ഇപ്പോൾ അന്നൂസും റിയാനും ഒക്കെ വന്നപ്പോൾ അവർക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലത്തെ സന്തോഷമായിരുന്നു രണ്ടുപേരും. ഞാനും രാഹുലും ഒക്കെ അംസക്കനോട് മലയാളം പറഞ്ഞപ്പോൾ അംസക്കയ്ക്ക് എത്രയോ കാലം കാത്തിരുന്ന മലയാളം പറയാൻ പറ്റിയ പോലെ തോന്നി. വലിയ സന്തോഷമായിരുന്നു വിക്കാൻഡിക്കും അംസക്കും ഒക്കെ, പ്രത്യേകിച്ച് അന്നൂസിനും റിയാനും. ഇങ്ങനെ ഓടി നടന്ന് കളിക്കാനുള്ള സൗകര്യമൊന്നും നമ്മുടെ വീട്ടിലില്ലല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു രണ്ടുപേരും. ഈ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ലെങ്തി ആയതുപോലെ എനിക്ക് തോന്നി. നാളത്തെ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക് യു. Rian, go to your bed.